ഓം ശ്രീ സായിനാഥായ നമ. ഓം സദ്ഗുരുവേ നമ. സദാ സത്സ്വരൂപം ചിദാനന്ദഗന്ധം ജഗത്സംഭവസ്ഥാനസംഹാരഹേതും സ്വഭക്തേ ചയാമാനുഷം ദർശയന്തം നമാമീശ്വരം ഗുരു സായിനാഥം. ജയ് സായിറാം. ശ്രീ സായി സച്ചരിതത്തിലെ അധ്യായം 43-44 ഞാനിപ്പോൾ പാരായണം ചെയ്യുന്നു. ബാബയുടെ മഹാസമാധി മുൻകൂട്ടിയുള്ള തയ്യാറെടുക്കൽ. സാധാരണ ഹിന്ദുക്കൾക്കിടയിൽ ഒരാൾ ആസന്ന മരണനായി കിടക്കുമ്പോൾ ഏതെങ്കിലും പുണ്യഗ്രന്ഥങ്ങൾ അയാൾക്ക് വായിച്ചു കേൾപ്പിച്ച് അവസാന നിമിഷത്തിൽ ലൗകിക കാര്യങ്ങളെ അയാൾക്ക് ചിന്തിക്കാനിടവരുത്താതെ ആധ്യാത്മിക കാര്യങ്ങളിൽ ആലോചനയുണ്ടാക്കി സൽഗതി ഉണ്ടാക്കി കൊടുക്കുക എന്നൊരു സമ്പ്രദായമുണ്ട്. പരീക്ഷിത്ത് മഹാരാജാവിനെ ഒരാഴ്ചയ്ക്കുള്ളിൽ മരിച്ചു പോകട്ടെ എന്ന് ഒരു ബ്രാഹ്മണ മുനി ശപിച്ചപ്പോൾ അദ്ദേഹത്തിന് ശുഗമഹർഷി ഒരാഴ്ച കൊണ്ട് ഭാഗവതം മുഴുവൻ വായിച്ചു കേൾപ്പിച്ചു. ഈ സമ്പ്രദായം ഇപ്പോഴും തുടർന്നു വരുന്നതും ഗീത, ഭാഗവതം മുതലായ വിശിഷ്ട ഗ്രന്ഥങ്ങൾ മരിക്കാറായവരെ വായിച്ചു കേൾപ്പിക്കുന്ന പതിവ് ഇന്നും നിലനിൽക്കുന്നതുമാകുന്നു. ഒരു ദൈവ അവതാരം എന്ന നിലയ്ക്ക് ബാബയ്ക്ക് വക സഹായങ്ങളൊന്നും ആവശ്യമില്ലായിരുന്നെങ്കിലും മറ്റുള്ളവർക്ക് മാതൃകയാകാൻ വേണ്ടി ബാബ ഈ സമ്പ്രദായം തന്നെ സ്വീകരിച്ചു. അന്ത്യശ്വാസം വലിക്കാൻ പോകുന്നുവെന്നറിഞ്ഞ ബാബ വാസി എന്ന ആളോട് രാമവിജയം വായിച്ചു കേൾപ്പിക്കാൻ പറഞ്ഞു. വാസി ഒരാഴ്ച കൊണ്ട് പുസ്തകം മുഴുവൻ വായിച്ചു. എന്നിട്ട് ബാബ അയാളോട് ഒരിക്കൽ കൂടി രാവും പകലും വായിക്കാൻ പറഞ്ഞ പ്രകാരം 3 ദിവസങ്ങൾ കൊണ്ട് വായന പൂർത്തിയാക്കി. അങ്ങനെ 11 ദിവസങ്ങൾ കഴിഞ്ഞു. അയാൾ വീണ്ടും 3 ദിവസങ്ങളോടുകൂടി വായിച്ച് അത്യധികം ക്ഷീണിതനായി. പിന്നീട് ബാബ അയാളെ പോകുവാൻ അനുവദിച്ച് ശാന്തനായി കഴിഞ്ഞു. അദ്ദേഹം ആത്മനിൽ തന്നെ അധിവസിച്ച് അന്ത്യനിമിഷം കാത്തിരുന്നു. 2-3 ദിവസങ്ങൾക്കു മുമ്പ് തന്നെ ബാബ തന്റെ രാവിലത്തെ നടത്തവും ഭിക്ഷാടനവും നിർത്തൽ ചെയ്ത് മസ്ജിദിൽ തന്നെ ഇരിക്കലായി. അവസാന നിമിഷം വരെ ബോധത്തോടുകൂടിയിരുന്ന ബാബ ഭക്തന്മാരോട് ധൈര്യമായിരിക്കാൻ പറഞ്ഞു. ആരെയും അന്ത്യനിമിഷം എപ്പോഴാണെന്നും അറിയിച്ചില്ല. കാക്കാ സാഹിബ് ദീക്ഷിതും ശ്രീമാൻ ബൂട്ടിയും മസ്ജിദിൽ ബാബയുടെ കൂടെ തന്നെയാണ് നിത്യവും ഭക്ഷണം കഴിച്ചിരുന്നത്. അന്നത്തെ ദിവസം ഒക്ടോബർ 15 ആരതിക്ക് ശേഷം അവരോട് വാസസ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കാൻ നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. എന്നിട്ടും കുറച്ചുപേർ, അതായത് ലക്ഷ്മിബായി ഷിൻഡെ, ഗോജി ഷിൻഡെ, ബായാജി, ലക്ഷ്മണൻ ബാലാ ഷിംബി, നാനാ സാഹേബ് നിമോൻകാർ എന്നിവർ അവിടെ തന്നെ ഇരുന്നു ശാമോദിക്കിന്മേൽ ഇരിക്കുകയായിരുന്നു. ലക്ഷ്മിബായി ഷിൻഡയ്ക്ക് 9 ഉറുപ്പിക കൊടുത്ത ശേഷം ബാബ തനിക്ക് മസ്ജിദിൽ സുഖമില്ലെന്നും തന്നെ ബൂട്ടിയുടെ കല്ലുകൊണ്ടുണ്ടാക്കിയ വാടയിലേക്ക് കൊണ്ടുപോകണമെന്നും അവിടെ സുഖമായിരിക്കുമെന്നും പറഞ്ഞു. ഈ അവസാന വാക്കുകൾ ബായാജിയുടെ ചുമലിലേക്ക് ചാരി അന്ത്യശ്വാസം വലിച്ചു. ഗോജി ബാബയുടെ ശ്വാസം നിലച്ചതായി കണ്ട് താഴെയിരിക്കുന്ന നാനാ സാഹേബ് നിമോൻകറോട് വിവരം പറഞ്ഞു. നാനാ സാഹിബ് കുറച്ച് വെള്ളമെടുത്ത് ബാബയുടെ വായിൽ ഒഴിച്ചു. അത് പുറത്തേക്ക് ഒഴുകി. അപ്പോൾ അയാൾ ഉറക്കെ "ഓ ദേവ" എന്ന് വിലപിച്ചു. ബാബ ചെറുതായി കണ്ണൊന്ന് തുറന്നു. "ഹാ" എന്ന് പറഞ്ഞു മാതിരി തോന്നി. പക്ഷെ ബാബ ദേഹത്യാഗം ചെയ്തു എന്ന് വ്യക്തമായി. ബാബ സമാധിയായ വിവരം കാട്ടുതീ പോലെ ഗ്രാമമാകെ പരന്നു. അബാലവൃദ്ധം ജനങ്ങൾ മസ്ജിദിൽ തടിച്ചുകൂടി പല വിധത്തിൽ വിലപിച്ചു. ചിലർ ഉറക്കെ കരഞ്ഞു, ചിലർ നിരത്തിൽ കിടന്നുരുണ്ടു, ചിലർ ബോധം കെട്ടുവീണു. എല്ലാവരുടെയും കണ്ണുകളിൽ നിന്ന് കണ്ണീർ പൊഴിഞ്ഞ് അവിടെ മുഴുവൻ ശോകശബ്ദമായി. പൊട്ടിപ്പോയതിനെ പറ്റി അപ്പോൾ ബാബയുടെ ദേഹം എങ്ങനെ സംസ്കരിക്കണമെന്ന പ്രശ്നം ഉയർന്നു വന്നു. ചില മുഹമ്മദീയർ ബാബയെ പുറമെ തുറന്നൊരു സ്ഥലത്ത് മറവ് ചെയ്ത് ഒരു ശവകുടീരം പണിയണമെന്നായി. കുഷൻ ചന്ദും അമീർ സർക്കാരും ഈ അഭിപ്രായത്തോട് യോജിച്ചു. അംശം അധികാരിയായി രാമചന്ദ്ര പട്ടേൽ തീർത്തു പറഞ്ഞു, "നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് സൗകര്യമല്ല. ബാബയുടെ ദേഹം വാടയിലല്ലാതെ വേറെ എവിടെയും അടക്കുന്നതല്ല." ഇങ്ങനെ ഭിന്നാഭിപ്രായം ഉയർന്നു വന്നു. 36 മണിക്കൂറോളം ഇതിനെപ്പറ്റി ചർച്ച തുടർന്നു. ബുധനാഴ്ച രാവിലെ ബാബ ലക്ഷ്മൺ മാമ ജോഷിക്ക് സ്വപ്നദർശനം നൽകി അയാളുടെ കൈ പിടിച്ചു വലിച്ചു പറഞ്ഞു, "വേഗം എഴുന്നേൽക്ക,
ബാബാ സാഹിബ് കരുതുന്നത് ഞാൻ മരിച്ചുവെന്നാണ്. അതുകൊണ്ട് അവൻ വരില്ല. നീ ആരാധനയും കാക്കട രാവിലത്തെ ആരതിയും നടത്തണം. ലക്ഷ്മണൻ മാമ ഗ്രാമത്തിലെ ജോത്സ്യനും ശ്യാമിയുടെ മാതുലനുമായിരുന്നു. അയാൾ ഒരു യാഥാസ്ഥിക ബ്രാഹ്മണനായിരുന്നു. അയാൾ നിത്യവും ബാബയെയും ഗ്രാമദൈവങ്ങളെയും ആരാധിക്കുമായിരുന്നു. ദർശനത്തിലൂടെ അയാൾ പൂജാ സാധനങ്ങളുമായി വന്ന് മൗലവിമാരുടെ പ്രതിഷേധം വകവയ്ക്കാതെ പൂജയും കാക്കട ആരതിക്ക് പോലും മുറ പോലെ നടത്തി മടങ്ങിപ്പോയി. പിന്നീട് ഉച്ചയ്ക്ക് ബാബു സാഹിബ് ജോഗ് എല്ലാവരോടും കൂടി വന്ന് പതിവ് പോലെ മധ്യാഹ്ന ആരതിയും നടത്തി. ബാബയുടെ വാക്കുകളെ ബഹുമാനിച്ച് ജനങ്ങൾ ബാബയെ വാടയിൽ അടക്കാൻ തീരുമാനിച്ച് മധ്യത്തിൽ കുഴിവെട്ടാൻ തുടങ്ങി. ചൊവ്വാഴ്ച വൈകുന്നേരം റഹഡയിൽ നിന്ന് സബ് ഇൻസ്പെക്ടർ മറ്റു സ്ഥലങ്ങളിൽ വന്ന് മറ്റു ജനങ്ങളും വന്ന് ഈ തീരുമാനത്തോട് യോജിച്ചു. അടുത്ത പ്രഭാതത്തിൽ ബോംബെയിൽ നിന്ന് അമീർ ഭായി കോപ്പർ, ഗോവണിൽ നിന്ന് മംലത്ദാറും വന്നു. ജനങ്ങൾ അപ്പോഴും അഭിപ്രായ വ്യത്യാസത്തിലാണ്. ചിലർ തുറന്ന സ്ഥലത്ത് മറവ് ചെയ്യാൻ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. മംലത്ദാർ പൊതുജനാഭിപ്രായം എന്തെന്ന് വോട്ടിട്ടപ്പോൾ വാടയിൽ അടക്കുന്നതിന് എതിരഭിപ്രായത്തിന്റെ ഇരട്ടി വോട്ട് കിട്ടിയതായി കണ്ടു. അയാൾ ഏതായാലും കലക്ടറുടെ അഭിപ്രായം കൂടി ചോദിക്കാം എന്ന് പറഞ്ഞപ്പോൾ കാക്കാ സാഹിബ് ദീക്ഷിത് കലക്ടറെ കാണാൻ അഹമ്മദ് നഗറിലേക്ക് പുറപ്പെട്ടു. അപ്പോഴേക്കും ബാബയുടെ പ്രചോദനം കൊണ്ട് എതിരഭിപ്രായക്കാരുടെ മനസ്സുമാറി അവരും വാടയിൽ അടക്കാനുള്ള അഭിപ്രായത്തോട് യോജിച്ചു. ബുധനാഴ്ച വൈകുന്നേരം ബാബയുടെ ദേഹം വിലാപയാത്രയായി എഴുന്നള്ളിച്ച് വാടയിൽ കൊണ്ടുവന്ന് അവിടെ ഗർഭഗൃഹത്തിൽ മുരളീധരന് തയ്യാറാക്കിയ സ്ഥാനത്ത് വിധിയാമെണ്ണം സമാധിയടക്കി. യഥാർത്ഥത്തിൽ ബാബ തന്നെ മുരളീധരനായി. വാട ഒരു ക്ഷേത്രവും തീർത്ഥാടന കേന്ദ്രവുമായി. അവിടെ അനേകം ഭക്തന്മാർ ശാന്തിക്കും സമാധാനത്തിനുമായി വന്നുകൊണ്ടിരുന്നു. പ്രൊഫസർ നാർക്കെ പ്രസ്താവിച്ച പ്രകാരം 36 മണിക്കൂർ കാറ്റുകൊണ്ട് കിടന്നിട്ടും ബാബയുടെ ദേഹം മരവിച്ചില്ല. എല്ലാ അവയവങ്ങളും സാധാരണ പോലെ തന്നെ ഇളക്കാൻ കഴിഞ്ഞിരുന്നു. കഫിന് സുഗമമായി എളുപ്പം ഊരിയെടുക്കാൻ തന്നെ കഴിഞ്ഞു. അല്ലാതെ കീറിയെടുക്കേണ്ടതായി വന്നില്ല. ഇഷ്ടിക ഉടയ്ക്കൽ. ബാബ സമാധിയാകുന്നതിന് കുറച്ചു നാൾ മുമ്പ് വരാൻ പോകുന്ന സംഭവത്തെപ്പറ്റി ഒരു സൂചനയുണ്ടായി. ബാബ കൈവച്ചുകൊണ്ടിരുന്ന ഒരു പഴയ ഇഷ്ടിക മസ്ജിദിലുണ്ടായിരുന്നു. രാത്രി അതിന്മേൽ ചാരിയാണ് ബാബ അസന്നസ്ഥനാവുക. ഇങ്ങനെ വളരെ കൊല്ലങ്ങളായുള്ള പതിവായിരുന്നു. ഒരു ദിവസം ബാബയുടെ അഭാവത്തിൽ ഒരു ചെറുക്കൻ അവിടെ അടിച്ചു വാരുമ്പോൾ ആ ഇഷ്ടിക കയ്യിലെടുത്തപ്പോൾ വഴുതി വീണ് 2 കഷ്ണമായി പൊട്ടിപ്പോയി. ബാബ ഈ വിവരം അറിഞ്ഞു. അത് പൊട്ടിപ്പോയതിനെ പറ്റി ഇങ്ങനെ വിലപിച്ചു: ഇഷ്ടികയല്ല, എന്റെ വിധിയാണ് ആ പൊട്ടി നുറുങ്ങിപ്പോയത്. അതെന്റെ ജീവിത സുഹൃത്തായിരുന്നു. അതും വച്ച് ഞാൻ സദാ ആത്മനെ പ്രാർത്ഥിക്കുമായിരുന്നു. അതെനിക്ക് എന്റെ ജീവിത തുല്യമായിരുന്നു. അതെന്നെ ഇന്ന് വിട്ടുപിരിഞ്ഞു. ചിലർ ചോദിച്ചേക്കാം, ബാബ എന്തിനാണ് ഇഷ്ടിക പോലത്തെ ഒരു നിർജീവ വസ്തുവിനെ ചൊല്ലി വിലപിക്കുന്നത് എന്ന്. അതിന് ഹേമത് പാന്തിന്റെ മറുപടി: ഋഷീശ്വരന്മാർ നിസ്സഹായരെയും ദരിദ്രരെയും സഹായിക്കാനാണ് അവതരിക്കുന്നതെന്നും അങ്ങനെ അവതരിച്ചു കഴിഞ്ഞാൽ അവർ ജനങ്ങളുമായി ഇടപഴകി അവരെ പോലെ പുറമേക്ക് പെരുമാറി ചിരിക്കുകയും കളിക്കുകയും കരയുകയും എല്ലാം ചെയ്യുമെന്നും, എന്നാൽ ആന്തരികമായി അവർ ഉദ്ബുദ്ധരും ശാന്തരുമായി അവരുടെ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുമെന്നുമാണ്. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ. ഓം ശ്രീ സായിനാഥായ നമഃ. ഓം സദ്ഗുരുവേ നമഃ. ശ്രീ സായി ചരിതം കേൾക്കുന്ന എല്ലാവർക്കും ശ്രീ സായി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 43-ാം അധ്യായം ശ്രീ സായിനാഥന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം ശ്രീ സായിനാഥായ നമഃ. വന്ദേ ഗുരുപരമ്പര.